ಅಕ್ಕ ಬಂದಾಳ? ಹೇಳಿದ ಹಾಗೆ ನಾನು ನನ್ನೆಲ್ಲ ಗೋಲ್ಡ್ ಹಾಕಿದ್ದೀನಿ. ದೇವಿಯನ್ನ ಚೆನ್ನಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡು, ನಿನ್ನ ಎಲ್ಲ ಆಸೆಗಳು ನೆರವೇರುತ್ತೆ. ಅಕ್ಕ, ನನಗೆ ಆಶೀರ್ವಾದ ಮಾಡಿ. ನಿಜವಾಗಿ. ಮಕ್ಕಳೇ, ಭಯ ಬೇಡ, ಇದನ್ನ ಕೊಡುಕಮ್ಮ, ಎಲ್ಲ ಸರಿಯಾಗುತ್ತೆ. ಅಕ್ಕ 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 ಅಕ್ಕ. തൊണ്ണൂറുകളുടെ അവസാന കാലമാണ്. ജയിൽ വാർഡൻ ഒരു വശത്തു നിന്നും ഇൻസ്പെക്ഷൻ ഇറങ്ങിയപ്പോൾ കുഴിഞ്ഞ പിഞ്ഞാണ പാത്രങ്ങളുമായി ചോറിനായുള്ള ആ ക്യൂ നീണ്ടുകൊണ്ടിരുന്നു. എന്നാൽ ഒരാൾ മാത്രം ആ ക്യൂവിലുണ്ടായിരുന്നില്ല. സെൽ നമ്പർ ഡിയിലെ 321 നമ്പർ. കയ്യിൽ കരുതിയ കറുത്ത കരി ഉപയോഗിച്ചുകൊണ്ടവർ എന്തെല്ലാമോ ആ നനുത്ത തറയിൽ മതിലിനോട് ചേർന്നിരുന്ന് ആ സെല്ലിലിരുന്ന് കുത്തിക്കുറിക്കുകയാണ്. പെട്ടെന്ന് ആ അഴികളിൽ ലാത്തി വന്നു വീണ ശബ്ദം അവിടെ മൊത്തം മുഴങ്ങിക്കേട്ടു. എന്നമ്മ, ನಿನ್ಗೆ ಇಳಿಯೋದಿಲ್ವಾ? ಇಳಿಯೋದಿಲ್ಲ ಅನ್ಸುತ್ತೆ. ಹೆಂಗಂದ್ರೆ ಕದ್ದು ತಿನ್ನೋದೇ ಅಲ್ವಾ ನಿನ್ನ ಹವ್ಯಾಸ. ಸ್ವಲ್ಪ ಕದ್ದು ತಂದ್ಕೊಡು, ಮಾಡಿಕೊಡ್ತೀನಿ. അതിനു മറുപടി ആ സെല്ലിനകത്തു നിന്നും വന്നില്ല. എന്നാൽ ആ മുടിമടക്കി കെട്ടിവെച്ച് തറയിലേക്ക് തന്നെ കണ്ണു നട്ടിരുന്ന ആ രൂപം പതിയെ വാർഡനെ ഒന്ന് നോക്കിയതും വാർഡൻ പിന്നെ അവിടെ നിന്നതേയില്ല. അതെ, അതവരായിരുന്നു. KD കെമ്പമ്മ അഥവാ സയനൈഡ് മല്ലിക. അവർ തൻ്റെ മുന്നിൽ തനിക്കു മാത്രം മനസ്സിലാകുന്ന തരത്തിൽ കുത്തിക്കുറിച്ച ആ വരികളിലേക്ക് തന്നെ ഉറ്റുനോക്കി അവിടെ തന്നെ കുറച്ചുനേരം കൂടിയിരുന്നു. ഇല്ല, ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്കില്ല, ഈ അഴികൾക്കുള്ളിലേക്കില്ല, താൻ അനുഭവിച്ച ആ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്കുമില്ല. അവർ പതിയെ തൻ്റെ ഓർമ്മകളിലേക്ക് പോയി. ಮಕ್ಕಳೇ, ಉತ್ತರ ಹಳ್ಳಿಗೆ ಹೋಗ್ಬೇಕಂದ್ರೆ ಯಾವ ಸೈಡು? കുട്ടിക്കാലം മുതൽക്കേ സ്വന്തം ജീവിതത്തോട് വെറുപ്പായിരുന്നു കെമ്പമ്മയ്ക്ക്. നല്ല വസ്ത്രം ധരിക്കുന്ന, ധാരാളം പണമുള്ള കുട്ടികളോടായിരുന്നു അവർക്കെന്നും പ്രിയം. തനിക്കിതൊന്നും ഇല്ലാത്തതിൽ വീട്ടുകാരെയും കുടുംബത്തെയും ഒക്കെ ശപിച്ച് ജീവിച്ച ബാല്യം. ബംഗളൂരു നഗരത്തിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ മാത്രം അകലെയുള്ള കഗല്ലിപുര ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ 1970-ലാണ് കെമ്പമ്മ ജനിക്കുന്നത്. മറ്റു കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും കെമ്പമ്മയും വളർന്നു. പണവും പ്രതാപവും ഇഷ്ടപ്പെട്ടിരുന്ന കെമ്പമ്മയ്ക്ക് എന്നാൽ അതൊന്നും ആസ്വദിക്കാനുള്ള അവസരമുണ്ടായിരുന്നില്ല. പ്രായപൂർത്തിയായപ്പോഴേക്കും ഗ്രാമത്തിലെ മറ്റു പെൺകുട്ടികളെ പോലെ തന്നെ കെമ്പമ്മയുടെ വിവാഹവും നടന്നു. തയ്യൽക്കാരനായിരുന്ന ഹനുമാനപ്പയായിരുന്നു കെമ്പമ്മയുടെ ഭർത്താവ്. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അവരുടെ ആദ്യത്തെ കുഞ്ഞും പിറന്നു. അമ്മയായും ഭാര്യയായുമുള്ള പരാധീനതകൾ നിറഞ്ഞ ആ സാധാരണ ജീവിതത്തോട് കെമ്പമ്മയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. മറ്റുള്ളവരുടെ വീട്ടിലെ സുഖ സൗകര്യങ്ങളും അവരുടെ കഴുത്തിലും കയ്യിലും മിന്നുന്ന പല മോഡൽ സ്വർണ്ണാഭരണങ്ങളുമായിരുന്നു കെമ്പമ്മയെ എപ്പോഴും ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പണം വേണം, ആഭരണങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും വേണം, ഇത് പറഞ്ഞുകൊണ്ട് അവർ ഹനുമാനപ്പയുടെ തലയ്ക്ക് സ്വൈര്യം കൊടുക്കാതെയായി. എന്നാൽ ആ ഭ്രമത്തിലേക്കൊന്നും അടുക്കാൻ പോലും അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള കഴിവോ ശേഷിയോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല എന്ന കാര്യം കെമ്പമ്മ ഓർത്തതേയില്ല. താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടാതിരുന്നത് കൊണ്ട് തന്നെ അവർ പലപ്പോഴും നിരാശപ്പെട്ടു. പക്ഷേ അധികം വൈകാതെ ആ ദാരിദ്ര്യത്തിൽ നിന്നും പെട്ടെന്ന് കരകയറാൻ കെമ്പമ്മ ഒരു വഴി കണ്ടെത്തി. ചിട്ടി ഫണ്ട് ബിസിനസ്. ഏറെ പ്രതീക്ഷകളോടെ അവരത് തുടങ്ങിയെങ്കിലും അധിക കാലം അത് മുന്നോട്ടോടിയില്ല.
നാട്ടുകാർ നിക്ഷേപിച്ച പണമെടുത്ത് തന്റെ ആഡംബര ഭ്രമത്തെ കെമ്പമ്മ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ആ ബിസിനസ് തകർന്ന് തരിപ്പണമായി. കടക്കാർ ആ വീട്ടിലെ നിത്യസന്ദർശകരായി മാറി. ഗ്രാമം മുഴുവൻ അവർക്ക് ശത്രുക്കളായി. ഒടുവിൽ കുടുംബത്തിന്റെ മാനം കാക്കാൻ ഭർത്താവ് കെമ്പമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു. കെമ്പമ്മയ്ക്ക് പക്ഷെ അത് വലിയൊരു തളർച്ചയായില്ല. മറിച്ച് സ്വന്തം ഇഷ്ടാനുസരണം പണം ഉണ്ടാക്കാനുള്ള വഴി കണ്ടെത്താനുള്ള അവസരമായി മാത്രമേ അവരതിനെ കണ്ടുള്ളൂ. ആ നിമിഷം മുതൽ ആരംഭിച്ചു കെമ്പമ്മ തന്റെ ക്രിമിനൽ ലൈഫ്. ആയിരത്തി 1998 വീട് വിട്ടിറങ്ങുമ്പോൾ കെമ്പമ്മയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വീടുകളിൽ ജോലിക്കാരിയായും കടകളിൽ സഹായമായൊക്കെയാണ് കെമ്പമ്മ ജീവിക്കാനുള്ള വഴി കണ്ടെത്തിയിരുന്നത്. ഇതിനിടയിൽ അവർ സ്വർണ്ണപ്പണിക്കാരുടെ സഹായിയായി നിൽക്കാനും തുടങ്ങി. സ്വർണ്ണാഭരണങ്ങൾ വൃത്തിയാക്കാനും പോളിഷ് ചെയ്യാനും ഇക്കൂട്ടർ പൊട്ടാസ്യം സയനൈഡ് ഉപയോഗിക്കുന്നത് കെമ്പമ്മ അക്കാലത്ത് ശ്രദ്ധിച്ചിരുന്നു. അത് വിഷമാണെന്നും ശരീരത്തിനുള്ളിൽ എത്തിയാൽ മനുഷ്യനെ ഇല്ലാതാക്കാൻ വരെ കടുപ്പമേറിയതാണെന്നും കെമ്പമ്മയ്ക്ക് വ്യക്തമായി. ഇവിടങ്ങളിലെല്ലാം പണിക്ക് നിന്നെങ്കിലും പക്ഷെ കെമ്പമ്മയുടെ ഭ്രമങ്ങളെ അടക്കാൻ ആ പണത്തിനൊന്നും കഴിയുമായിരുന്നില്ല. അതോടെ കൂടുതൽ പണം കണ്ടെത്താൻ കെമ്പമ്മ ഒരു വഴി കണ്ടെത്തി: മോഷണം. അങ്ങനെ ജോലിക്ക് നിന്ന വീടുകൾ ഒന്നിൽ നിന്ന് മോഷണം നടത്താൻ അവർ പദ്ധതിയിട്ടു. പക്ഷേ പരിചയക്കുറവും പേടിക്കൂടുതലും അവരെ കുടുക്കി. ആ വീട്ടുകാർ കെമ്പമ്മയെ കൈയോടെ പൊക്കി പോലീസിൽ ഏൽപ്പിച്ചു. 6 മാസം മാത്രമായിരുന്നു എന്നാൽ കെമ്പമ്മയ്ക്ക് ലഭിച്ച ശിക്ഷ. എന്നാൽ ആ കാലയളവ് ധാരാളമായിരുന്നു. ശിക്ഷ അനുഭവിച്ചു തീർത്ത ശേഷം എന്തു ചെയ്യണമെന്ന ഡീറ്റെയിൽഡ് പ്ലാൻ ഒരുക്കാൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഷീ പ്ലാൻ ഫോർ ദ മോസ്റ്റ് ഹീനിയസ് മർഡേഴ്സ് ഓഫ് ഡെക്കേഡ്. ജയിലിൽ നിന്നിറങ്ങിയ കെമ്പമ്മ ഒരു മേക്ക് ഓവർ തന്നെ നടത്തിക്കളഞ്ഞു. നെറ്റിയിൽ ചുവന്ന വലിയൊരു പൊട്ടിടാൻ തുടങ്ങി. ഭക്തിയും സ്നേഹവും തുളുമ്പുന്ന സംസാര ശൈലി ശീലമാക്കി. കെമ്പമ്മ എന്ന പേരവർ മല്ലിക എന്നാക്കി. അതുമാത്രമോ, ക്ഷേത്രങ്ങളിലെ നിത്യസന്ദർശകയായി അവർ മാറി. കെമ്പമ്മയ്ക്ക് മാനസാന്തരം വന്നതാണെന്ന് ഓർക്കണ്ട. അതെല്ലാം അവർ ആ ജയിലിലിരുന്ന് ഒരുക്കിയ പ്ലാനിന്റെ ഭാഗം മാത്രമായിരുന്നു. കാരണം തന്റെ ലക്ഷ്യം കാണാൻ ക്ഷേത്രങ്ങളെക്കാൾ നല്ലൊരിടമില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അവിടെ സങ്കടത്തോടെ കണ്ണീർ വാർത്ത് വിഗ്രഹങ്ങൾക്ക് മുൻപിൽ കൈകൂപ്പുന്ന സ്ത്രീകളാണ് തന്റെ ഇരകളെന്ന് ആ ക്രിമിനൽ ബുദ്ധി തിരിച്ചറിഞ്ഞിരുന്നു. മാത്രവുമല്ല, വിശ്വാസത്തിന്റെ മറവിൽ നിന്നാൽ പോലീസിന്റെ കണ്ണു വെട്ടിക്കാനും എളുപ്പമാണെന്ന് അവർക്കറിയാമായിരുന്നു. ഇനി എന്തായിരുന്നു കെമ്പമ്മയുടെ മോഡസ് ഓപ്പറാൻഡി എന്നല്ലേ? വിഷമിച്ചും വേദനിച്ചും വരുന്ന സ്ത്രീകൾക്ക് മുന്നിലേക്ക് ആശ്വാസമായി ചെല്ലുക, ദിവ്യസിദ്ധിയുള്ള പൂജ നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറയുക, അതവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. അത്രയുമായാൽ ആദ്യ കടമ്പ കടന്നു. അടുത്തത് ദൈവസിദ്ധിയുള്ള കെമ്പമ്മയുടെ പൂജയ്ക്കെത്തുമ്പോൾ ദേവീപ്രീതിക്കായി സർവാഭരണ വിഭൂഷിതയെ പോലെ തൻ്റെ കയ്യിലുള്ള സ്വർണമെല്ലാം ഒരു ദേവിയെ പോലെ തന്നെ അണിഞ്ഞൊരുങ്ങി വേണം വരാൻ എന്ന നിബന്ധനയാണ്. അതും ആളൊഴിഞ്ഞൊരു സ്ഥലം താൻ പറയും, അവിടേക്ക് വേണം പൂജാവിധി ചെയ്യാനുള്ളവർ എത്തേണ്ടത്, അതും ഒറ്റയ്ക്ക്. ഇത്രയുമായാൽ പിന്നെ പന്ത് കെമ്പമ്മയുടെ കോർട്ടിലെത്തി എന്ന് തന്നെ ഉറപ്പിക്കാം. പിന്നെ എല്ലാം സിമ്പിളാണ്. തീർത്ഥം എന്ന വ്യാജേന സയനൈഡ് കലക്കിയ ദ്രാവകം അവർക്ക് കുടിക്കാൻ കൊടുത്താൽ പിന്നെ ഏറിപ്പോയാൽ 5 നിമിഷം. അതിനപ്പുറത്തേക്ക് ആ മനുഷ്യജീവന് പിടിച്ചു നിൽക്കാനാവില്ല. പിന്നെ ആ ശരീരത്തിലെ സ്വർണം കൈക്കലാക്കി കടന്നു കളയാൻ കെമ്പമ്മയ്ക്ക് അധിക സമയത്തിന്റെ ആവശ്യമേ ഇല്ല. കയ്യിലെ ഈ അടവ് കെമ്പമ്മ ആദ്യം പയറ്റിയത് മമതാ രാജന്റെ അടുത്തായിരുന്നു. വീട്ടിലെ പ്രാരാബ്ദങ്ങളും അസ്വാരസ്യങ്ങളും കാരണം കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മമതയിലേക്ക് ഇടിച്ചു കയറാൻ കെമ്പമ്മയ്ക്ക് പണിപ്പെടേണ്ടി വന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ ധൃതിയില്ലാതെ കേട്ടിരുന്നു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തിയതോടെ മമത ആ വലയിൽ പതിയെ വീണുവെന്ന് കെമ്പമ്മയ്ക്ക് ഉറപ്പായി. ആദ്യത്തെ ശ്രമം തന്നെ വിജയിച്ചതോടെ കെമ്പമ്മയ്ക്ക് പിന്നെ അതൊരു ഹരമായി മാറി. അങ്ങനെ എത്ര വർഷങ്ങൾ, എത്ര കൊലപാതകങ്ങൾ അവർ ചെയ്തു എന്നതിൽ ഉറപ്പില്ല. കാരണം ഒറ്റ നോട്ടത്തിൽ ആ മരണങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ, അതുമല്ലെങ്കിൽ ആത്മഹത്യ എന്ന തരത്തിലാണ് തോന്നിച്ചത്. അതും അവർക്കൊരു മറയായി. അങ്ങനെ 1999 മുതൽ 2007 വരെ വളരെ സ്മൂത്തായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു. അപ്പോഴും പൊതുവിപണിയിൽ വിൽക്കാൻ അനുവാദമില്ലാത്ത സയനൈഡ് കണ്ടെത്തുക എന്നത് കെമ്പമ്മയ്ക്ക്
അല്പം പ്രയാസമേറിയ കാര്യമായിരുന്നു. എന്നാൽ സ്വർണ്ണക്കച്ചവടക്കാരുമായുള്ള ബന്ധത്തിലൂടെ കെമ്പമ്മ ആ മാരക വിഷവും കൈക്കലാക്കി. ആഭരണങ്ങൾ വൃത്തിയാക്കാൻ എന്ന് പറഞ്ഞ വിശദീകരണം ആരിലും സംശയമുണ്ടാക്കിയതുമില്ല. അങ്ങനെയിരിക്കെ അതിബുദ്ധി ആപത്താവും എന്നറിഞ്ഞു കെമ്പമ്മ ആർത്തിപ്പുറത്ത് ചില അബദ്ധങ്ങൾ കാണിച്ചു. അതും 2007. കുടുംബ വഴക്കുകൾ കാരണം പ്രയാസം അനുഭവിച്ചിരുന്ന പിള്ളമ്മയെ മധൂരിലെത്തിച്ചു. മകന് ജോലി ലഭിക്കാത്തതിൽ പ്രയാസം അനുഭവിച്ച നാഗലക്ഷ്മിയെ ദൊഡ്ഡബല്ലപ്പൂരിനടുത്തുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചു. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിച്ചിരുന്ന മുനിയമ്മയെ യദിയൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ വെച്ചും കുടുംബത്തിലെ ഐശ്വര്യത്തിനായി പ്രാർത്ഥിച്ച യശോദമ്മയെ സ്വകാര്യ പ്രദേശത്ത് വെച്ചും കുട്ടികളില്ലാതിരുന്ന നാഗവേണിയെ ബെക്കാപ്പാലയിലെ ക്ഷേത്രത്തിൽ വെച്ചും കെമ്പമ്മ ഇത്തരത്തിൽ കൊന്നുതള്ളി. എല്ലാവരോടും പറഞ്ഞത് ഒരേ വാക്കുകൾ: ദൈവസിദ്ധിയുണ്ട്, രക്ഷിക്കാം. ഒപ്പം പൂജയ്ക്ക് വരുമ്പോൾ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ധരിക്കണം. കൊലപ്പെടുത്തിയതാകട്ടെ അതും ഒരേ രീതിയിൽ, ഒരേ ആൾ, അതും പൂജയ്ക്കായി വിളിച്ചു വരുത്തി സയനൈഡ് കലക്കിയ വെള്ളം കുടിപ്പിച്ച്. ഇവരെയെല്ലാം കൊന്നു തള്ളിയതാകട്ടെ പണത്തോടുള്ള, ആഭരണങ്ങളോടുള്ള അത്യാർത്തി ഒന്നുകൊണ്ട് മാത്രം. ഈ അവസാന കൊലകൾ അത്രയും കെമ്പമ്മ നടത്തുന്നത് വെറും 2 മാസങ്ങൾക്കിടയിലാണ്. മാത്രവുമല്ല, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ അവരെ കുടുക്കാനായി കാലം ഒരു കുരുക്ക് കരുതി വെച്ചിരുന്നു. കെമ്പമ്മയുടെ അവസാന ഇരയായ നാഗവേണിയുടെ ഭർത്താവ് നൽകിയ ഒരു മൊഴി, ഒരു സുപ്രധാന മൊഴി. തന്റെ ഭാര്യ ഒരു വിശേഷാൽ പൂജ കഴിക്കാൻ പോയതാണെന്നും നാഗവേണിക്കൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും മാത്രവുമല്ല അവൾ സ്വർണ്ണാഭരണങ്ങളും പൂജയുടെ ഭാഗമായി ധരിച്ചിരുന്നു. അതായിരുന്നു അയാൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ಆ ಮொಳಿ ಪದಿಯೇ ಆ ಕೇಸಿന്റെ വഴി തുറന്നു. ಸರ್, ಇಲ್ಲೊಬ್ಬ ಮಹಿಳೆ ಬಂದಿದ್ದಾರೆ, ಚಿನ್ನ ಮಾರಲು ಬಂದಿದ್ದಾರೆ. ಆದ್ರೆ ನೀವೊಮ್ಮೆ ಇಲ್ಲಿ ಬೇಗ ಬರ್ತೀರಾ? കലാശിപ്പാളയത്തെ ഒരു ജ്വല്ലറിയിൽ നിന്നായിരുന്നു ആ ഫോൺ കോൾ. വിളിച്ചത് ജ്വല്ലറി ഉടമ തന്നെയാണ്. സ്വർണം വിൽക്കാനെത്തിയ ഒരു സ്ത്രീയിൽ അവർക്ക് ചെറിയൊരു സംശയം. വന്നത് 40-ലേറെ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ്. വിൽക്കാനായി കൊണ്ടുവന്നിരിക്കുന്നതാകട്ടെ പ്രായം കുറഞ്ഞ യുവതികൾ ധരിക്കുന്ന തരത്തിലുള്ള ആഭരണങ്ങളും. എന്നാലോ പാപം പിടിച്ച ആ സ്ത്രീയെ കണ്ടാൽ ആരും സംശയിക്കില്ല. പക്ഷേ ചോദിക്കാതിരിക്കാനും വയ്യ. കാരണം ആ അടുത്തായി ഒട്ടേറെ സ്ത്രീകൾ കൊല ചെയ്യപ്പെടുന്നു, അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ നഷ്ടമാകുന്നു. ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും നേരത്തെ തന്നെ ജ്വല്ലറികളിലേക്ക് അറിയിപ്പുകൾ പോയിരുന്നു. സ്വർണം വിൽക്കാൻ വരുന്നവരിൽ ഒരു കണ്ണുണ്ടായിരിക്കണമെന്ന്. വൈകിയില്ല. വിവരം ലഭിച്ചയുടൻ പോലീസ് സംഭവ സ്ഥലത്തെത്തി. ജ്വല്ലറിയിലും പരിസരത്തുമായി അപ്പോഴേക്കും ആളുകൾ ഓടിക്കൂടിയിരുന്നു. പോലീസ് സ്ത്രീയെ ചോദ്യം ചെയ്തു. അവരുടെ പേര് ജയമ്മ, വയസ്സ് 45. കൈവശമുള്ളത് തന്റെ സ്വർണം തന്നെയാണെന്നും പണത്തിന് ആവശ്യമുള്ളതിനാലാണ് വിൽക്കാൻ തീരുമാനിച്ചതെന്നുമാണ് ജയമ്മ പോലീസിന് നൽകിയ മറുപടി. പക്ഷേ ആ ഉത്തരങ്ങളൊന്നും പോലീസിനെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല. പെരുമാറ്റത്തിലെ ചില അസ്വാഭാവികതയും ഉത്തരങ്ങളിലെ വൈരുദ്ധ്യവും പോലീസിനെ പിന്നെയും കുഴപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒന്നുകൂടി ഒന്നിരുത്തി ചോദ്യം ചെയ്തപ്പോൾ ആ സത്യം അത് പുറത്തു വന്നു. കെമ്പമ്മ തന്നെയാണ് ജയമ്മ എന്ന സത്യം. മുൻപ് മോഷണ കേസിൽ ഇവർ അറസ്റ്റിലായിട്ടുണ്ട് എന്ന വിവരം കൂടി കിട്ടിയതോടെ പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴും മറ്റാരുടെയോ സ്വർണം മോഷ്ടിച്ചു വിൽക്കാൻ വന്ന സ്ത്രീ എന്ന നിലയിൽ മാത്രമേ പോലീസ് കെമ്പമ്മയെ കണ്ടിരുന്നുള്ളൂ. കെമ്പമ്മയിൽ നിന്നും പിടിച്ചെടുത്ത ആഭരണങ്ങൾ കേന്ദ്രീകരിച്ച് അവർ അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ചെന്ന് അവസാനിച്ചതാകട്ടെ കൊല്ലപ്പെട്ട നാഗവേണിയിലും. അവിടെ കെമ്പമ്മയുടെ കള്ളി വെളിച്ചത്തായി. കൂടുതൽ പരിശോധനയിൽ അവർ കയ്യിൽ കൊണ്ടു നടന്നിരുന്ന ആ തുറുപ്പ് ചീട്ട് പോലീസിന്റെ കയ്യിൽപ്പെട്ടു. സയനൈഡ് കുപ്പികൾ. പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ചോദ്യം ചെയ്യലിൽ കെമ്പമ്മ ക്രൂരകൃത്യങ്ങൾ ഒന്നൊന്നായി പോലീസിനോട് വെളിപ്പെടുത്തി. കുറ്റബോധത്തിന്റെ കണികൾ ലവലേശം പോലുമില്ലാതെ അവർ പറഞ്ഞു, 6 പേരെ ഈ കൈകൊണ്ട് ഞാൻ തീർത്ഥം എന്ന പേരിൽ സയനൈഡ് കുടിപ്പിച്ചു തന്നെ കൊന്നുവെന്ന്. ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അന്ന് മാധ്യമങ്ങൾ അവർക്ക് മറ്റൊരു പേര് കൂടി നൽകി. അതെ, സയനൈഡ് മല്ലിക. അറസ്റ്റിനു പിന്നാലെ കർണാടകയിലെ വിവിധ കോടതികളിൽ മല്ലികയുടെ വിചാരണ നടന്നു. ഓരോ കൊലപാതകവും വെവ്വേറെ പരിഗണിച്ച് കോടതികൾക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ ആ വിരലടയാളങ്ങളും സയനൈഡ് കുപ്പികളും പ്രധാന തെളിവുകളായി നിരത്തി. 2012 നാഗവേണി വധക്കേസിൽ തുമകുരു സെഷൻസ് കോടതി കെമ്പമ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. അതോടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യത്തെ വനിതാ സീരിയൽ കില്ലറായി KD കെമ്പമ്മ മാറി.
പിന്നീട് കർണാടക ഹൈക്കോടതി ഈ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചെങ്കിലും മരണം വരെ ജയിലിൽ കഴിയണമെന്ന കർശന വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കപ്പെട്ടു. ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിന്റെ തണുത്ത ചുവരുകൾക്കുള്ളിൽ ഇന്നും അവരുണ്ട്, സയനൈഡ് മല്ലിക. എന്നാൽ ഒരിക്കൽ പോലും ആ കണ്ണുകളിൽ കുറ്റബോധം നിഴലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, തെല്ലുപോലും അവർക്കതിലൊന്നും പശ്ചാത്താപം പോലും തോന്നിയിട്ടില്ല എന്ന് ജയിൽ ഉദ്യോഗസ്ഥർ ഇന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതെ, പണമുണ്ടാക്കാനുള്ള ആർത്തി ഒരു സാധാരണ വീട്ടമ്മയെ എങ്ങനെ രാജ്യത്തെ തന്നെ നടുക്കിയ സീരിയൽ കില്ലറാക്കി മാറ്റി എന്നതിന്റെ ഭീതിതമായ തെളിവാണ് സയനൈഡ് മല്ലിക. സയനൈഡ് മല്ലിക എന്ന പേര് കാലം ഒരുപക്ഷെ മറന്നേക്കാം. എന്നാൽ അപരിചിതമായ പുഞ്ചിരികൾക്ക് പിന്നിലും അമിതമായ ആത്മീയതയുടെ വേഷപ്പകർച്ചകൾക്ക് പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പാഠമായി ഈ ചരിത്രം എന്നും അവശേഷിക്കും.